ഹലോ, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എൻ്റെ ഒരു വർക്ക് പ്ലേസിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ എന്താണ് സിംഗപ്പൂർ ചെയ്യണേന്നും എന്തിനാണ് ഈ പച്ച കളറിലുള്ള സാധനവും ഹെൽമെറ്റൊക്കെ വെച്ച് ഇവിടെ നടക്കണേന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഒരാഴ്ചയായിട്ട് ഈ കണ്ണ റൂമിലാണ് കേട്ടോ. ഇത് കൺട്രോൾ റൂം എന്ന് പറയും. നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, കുറേ 5-10 TV നിരത്തി വെച്ചിട്ട് ആരെന്തൊക്കെ ചെയ്യണമെന്ന് നോക്കിയിരിക്കണ റൂം. അതിപ്പോൾ സെറ്റിലായിട്ടില്ല എല്ലാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 3rd ഇയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് ലാസ്റ്റ് ഒരു 6 months ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. അപ്പോൾ ഒരു കമ്പനിയിൽ ഞാൻ കയറി. അപ്പോൾ ആ കമ്പനിയുടെ സൈറ്റ് വരണത് ഇവിടെ ഇമിഗ്രേഷൻ ആൻഡ് ചെക്ക് പോയിൻ്റ് അതോറിറ്റി ICA എന്ന് പറയും. അപ്പോൾ അവിടെയാണ് കേട്ടോ ഇപ്പം ഞാൻ വർക്ക് ചെയ്യണത്. ഇനി എനിക്കൊരു 2 മാസം തികച്ച് ഉണ്ട്. January 25th വരെയാണ് എൻ്റെ ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇതേ സാധാ പോലെ തന്നെ നമ്മളിവിടെ ഒരു ഹോക്കർ സെൻറ്റർ ഉണ്ട്. ഹോക്കർ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലെ ഫുഡ് കോർട്ടൊക്കെ പോലെ. പക്ഷേ ഞാൻ ലഞ്ച് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പരിപ്പും ചീരക്കറിയായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. കിടക്കാൻ വേണ്ടി പോകുകയെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ബിൽഡിങ്ങിൽ തന്നെ മുകളിലെ ഏതെങ്കിലും ഒരു റൂമിൽ ഞാൻ പോയി ഇതുപോലെ സ്ഥലം കണ്ടുപിടിച്ചിട്ട് കിടക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ പോണ വഴികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് സ്റ്റെപ്പ് വഴിയാണ് ഞാൻ ഇപ്പോൾ കയറി പോണത്. വഴിയിൽ ഫുള്ള് ഈ ഇരുട്ടാണ്. എനിക്കാണെങ്കിൽ ഇരുട്ടും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. അതവിടെ എത്തിയാലേ ആ ലൈറ്റ് കത്തുള്ളൂ. സെൻസറാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊന്ന് അനങ്ങി ചെന്ന് ലൈറ്റ് കത്തിയിട്ട് കേട്ടോ അങ്ങോട്ട് ആ സ്ഥലത്തേക്ക് കടക്കുള്ളൂ. അങ്ങനെ ഞാൻ സ്ഥലം തപ്പിക്കൊണ്ട് നടക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. ഈ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ ഫുൾ പണി നടക്കണ കാരണം ഇതേപോലെ കുറേ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ റിസ്കി ആയിട്ടൊക്കെ വേണം നടക്കാനായിട്ട്. ഫുള്ള് ഇതുപോലത്തെ പണികൾ കാര്യങ്ങളാണ് കേട്ടോ. അതിൻ്റെ ഒരു ഗ്യാപ്പിൽ കൂടിയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കണേ. ഞാൻ കിതക്കണ സൗണ്ട് കേൾക്കണുണ്ടോ? ഞാൻ ഈ സ്റ്റെപ്പ് മുഴുവൻ കയറി ഒരു കിടക്കാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമാണ് ഈ തപ്പിയിരിക്കണേ കേട്ടോ. അതാണ് ഈ കിതച്ചുകൊണ്ടിരിക്കണേ. ഞാൻ എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കണുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ 2nd ഫ്ലോറിലാണ് എല്ലാ ദിവസവും കിടക്കാറ്. അപ്പോൾ അവിടെ കിടക്കുമ്പോൾ റേഞ്ച് ഉണ്ടാവില്ല. അതാണ് ഇന്ന് വേറെ ഫ്ലോറിൽ നിൽക്കാൻ പോണേന്നാണ് ഈ പറയണത്. നടന്ന് ലെവൽ 7 എത്തിട്ടോ. ലെവൽ 1ൽ നിന്ന് നടന്നതാണ്. ഞാൻ ഇങ്ങനെ നടന്ന് ഇതുപോലെ ഹോള് പോലെ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടോ. അതിങ്ങനെ ഹോളായിട്ട് ഇട്ടേക്കണേന്ന് വെച്ചാൽ ഇനി അവിടെ എന്താണ് ഫ്യൂച്ചറിൽ പണയണേന്ന് വെച്ചാൽ പണയാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഇട്ടിരിക്കണത്. ഇപ്പോൾ തൽക്കാലത്തിന് അവിടെ ഒന്നുമില്ല. ഞാൻ കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് ഇപ്പോൾ 7th ഫ്ലോറാണല്ലോ. ആ കാണുന്നത് ഒരു കോണ്ടോ ആണ്. കോണ്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ HDB ഹൗസ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗവൺമെൻറ് ഫ്ലാറ്റുകളാണ് നമ്മളൊക്കെ താമസിക്കുന്നത്. ഇത് പ്രൈവറ്റാണ്. റെൻറ്റും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര ലക്ഷറി എന്നൊക്കെ പറയില്ലേ, പ്രൈവറ്റ് പൂളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കോണ്ടോ ആണ്. അതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ നടന്ന് അവിടെ IT റൂമുകളുണ്ട്. ഈ IT റൂമുകൾ എന്ന് പറഞ്ഞാൽ ഈ സെർവറും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന റൂമുകളാണ്. ഉച്ചയാകുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല, ക്യാമറയും ഉണ്ടാവില്ല. അവിടെയാണ് ഞാൻ കിടക്കാനായിട്ട് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ കാണുന്ന റൂമാണ് കേട്ടോ ഞാൻ കിടക്കണ സ്ഥലം. ഇതിൻ്റെ അകത്ത് ഭയങ്കര AC കാര്യങ്ങളും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനങ്ങളുടെയൊക്കെ ബാക്കിലായിട്ട് ഈ ഒരു കോർണറിലാണ് ഞാൻ കിടക്കുക. ഞാൻ കുറച്ച് ബുക്കും വായിക്കും കേട്ടോ. ഇതിപ്പോൾ ഒരു തെരുവിൻ്റെ കഥയാണ്. കുറച്ച് നേരം വായിക്കുമ്പോഴേക്കും ഉറക്കം വരും. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ ഇപ്പോൾ എന്തായാലും കിടക്കാനായിട്ട് പോവാണ്. ഞാൻ കിടന്ന റൂമിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറേ ആൾക്കാർ പണിയാനൊക്കെ വന്ന് അങ്ങനെ അവരെന്നെ ഇറക്കിയിട്ടല്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ വേറെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കുറേ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ വീണ്ടും ഞാൻ സ്റ്റക്കായി നിന്ന് അതൊക്കെ കണ്ട് വീണ്ടും ഞാൻ 5th ഫ്ലോറിലേക്കാണ് കേട്ടോ പോണത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടേക്കൊക്കെ വരാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഉച്ച സമയത്തൊക്കെ ആരും ഉണ്ടാവില്ല. അതുമാത്രമല്ല ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഒരു പെൺകുട്ടിയായിട്ട് വർക്ക് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും ആണുങ്ങളാണ്. തമിഴ്നാട്ടിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുള്ളവരൊക്കെയാണ് കൂടുതൽ. എന്നിട്ട് ഞാൻ 1:30 ആയപ്പോൾ കയറിയ വഴികളൊക്കെ അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് ചാടിയോടിയൊക്കെ ഇറങ്ങിപ്പോയി കേട്ടോ. സാധാരണ ദിവസങ്ങളിൽ എനിക്ക് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് വൈകിട്ട് 5 കഴിഞ്ഞ് 6 മണി തൊട്ട് പാർട്ട് ടൈമിന് പോകാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്നൊരു ചൊവ്വാഴ്ച ആയിരുന്നു എനിക്കില്ല. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ഭരതനാട്യം പഠിക്കുന്നുണ്ട് കേട്ടോ, ക്ലാസിക്കൽ ഡാൻസ്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ടാണ് പോണ വഴി കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഞാൻ അവിടെ ലിറ്റിൽ ഇന്ത്യയിൽ ഈ പച്ചക്കറിയും സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് പോയിട്ടോ. ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഫുള്ള് ഇന്ത്യൻ ഷോപ്സാണ് കേട്ടോ. ഫുള്ള് ആ വഴി
മൊത്തം ഇന്ത്യൻ കടകളാണ്. എന്ത് സാധനം വേണമെങ്കിലും അവിടെ നിന്ന് വാങ്ങാം. ഞാൻ അവിടെ നിന്ന് 2 കുർക്കുറ് വാങ്ങി കേട്ടോ. എനിക്ക് നാട്ടിലെ കുർക്കുറ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇവിടെ കിട്ടില്ല കുർക്കുറ്. അത് 2 വാങ്ങി, ഒരു റെഡും ഒരു പച്ചയാണ് വാങ്ങിയത്. ഇന്ന് ഇവിടെയാണ് കേട്ടോ ഞങ്ങൾക്ക് ക്ലാസ്. സാധാരണ വേറൊരു സ്ഥലത്താണ്. അപ്പോൾ ഇന്ന് ആ സ്ഥലം കണ്ടുപിടിച്ച് ഞാൻ നടക്കുകയാണ്. കയറി ചെന്നപ്പം മുകളിൽ ഭയങ്കര ഒരു ഗുദാമിൽ എന്നൊക്കെ പറയില്ലേ, ഭയങ്കര അകത്തോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം. ആരും ഉണ്ടായിരുന്നില്ല. അവിടെ പോയിരുന്ന് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. മിസ് വരാൻ ഇത്തിരി ലേറ്റായി. അതും ഞാനും ഇത്തിരി നേരത്തെയും ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തുറന്നകത്തൊക്കെ കയറി വേറൊരു കുട്ടിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം പ്രാക്ടീസൊക്കെ ചെയ്ത് 7:30 വരെയാണ് കേട്ടോ ക്ലാസ്. 6 തൊട്ട് 7:30 വരെ. അത് ഞാൻ ഓടി വീട്ടിൽ വന്ന് കുറുക്കുറ് കഴിച്ചിട്ടോ. അതിനുശേഷം കുറച്ച് ബെഡും കാര്യങ്ങളും ഞാൻ കുളിച്ചു. ബെഡും ഇതൊക്കെ വൃത്തിയാക്കി ഇടാനുണ്ടായിരുന്നു. അവന് നൈറ്റ് ഷിഫ്റ്റും എനിക്ക് ഡേ ഷിഫ്റ്റും ആയ കാരണം ഞങ്ങൾ കണ്ടുമുട്ടുന്നത് വളരെ കുറച്ചാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു അത്. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ബെഡ് ഒക്കെ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. അവൻ ജസ്റ്റ് ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ബെഡും കാര്യങ്ങളൊക്കെ വേഗം വൃത്തിയാക്കിയിട്ടു. ഇന്ന് ഫുഡും കുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഞാനും അവനും കൂടിയാണ് ഫുഡൊക്കെ കുക്ക് ചെയ്തത്. ഞാൻ വേഗം ബെഡൊക്കെ റെഡിയാക്കിയിട്ടിട്ട് അപ്പോൾ അവൻ അവിടെ എന്തോ അരിഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ റൂമൊക്കെ ഒന്ന് വേഗം അടിച്ച് വാരിയിട്ടു. അവിടെയൊക്കെ എല്ലാം ഒന്ന് ഒതുക്കി വേസ്റ്റ് കൊണ്ട് കളയാനുണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ ഇടയിൽ കൊണ്ട് കളഞ്ഞു കേട്ടോ. വേഗം അടിച്ച് വാരിയിട്ടു. അതിന് ശേഷം ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കാണിക്കാനായിട്ട് ഇതിൽ പറ്റിയില്ല. അപ്പോൾ ഇതായിരുന്നു ഒരു ഫെയറി ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു ലുക്ക് കേട്ടോ. ഇതാണ് റൂം. അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് ഞാൻ നേരത്തെ തന്നെ കിടന്നു. കാരണം രാവിലെ ഒന്നും 6:30 എനിക്ക് എഴുന്നേക്കേണ്ടതായിട്ടുണ്ട്. അത് വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.